നല്ല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മമ്മൂട്ടിയെക്കുറിച്ച് മോഹൻലാലിനെക്കുറിച്ച്. ഇവർ രണ്ടുപേരും ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളാണ്, ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. കാരണം രണ്ടുപേരും ഏകദേശം സൈഡായി. ഇനി മത്സരിക്കാൻ കഴിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം മമ്മൂട്ടിയോട് മത്സരിച്ചിട്ട് മോഹൻലാലും ജയിക്കാൻ കഴിയില്ല, മോഹൻലാലിനോട് മത്സരിച്ചിട്ട് മമ്മൂട്ടിക്കും ജയിക്കാൻ കഴിയില്ല. രണ്ടുപേരും പല്ല് കൊഞ്ഞ സിനിമകളായിട്ട് പടങ്ങളെല്ലാം പോട്ടലും. പിന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പുകത്തി പറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. ഇപ്പം കാണുമ്പോൾ കെട്ടിപ്പിടിക്കൽ, മുത്തം കൊടുക്കൽ. മമ്മൂട്ടി ആനയാണ് ചേനയാണെന്ന് മോഹൻലാൽ ആനയാണ് കുതിരയാണെന്ന് മമ്മൂട്ടി എല്ലായിടത്തും പറയാൻ തുടങ്ങി. ഇൻ്റർവ്യൂവിൽ ഒരു തമ്മിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പുകത്തലാണ്. നേരിട്ട് കാണുമ്പോൾ കെട്ടിപ്പിടിക്കലും ചുമൽ കേടലെല്ലാം. കുറച്ച് വർഷം മുമ്പ് ഇങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ എന്തെങ്കിലും സുഹൃത്തുക്കളാണെന്ന് പറയുന്നതല്ലാണ്ട് അവരെവിടെയും കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കണ്ടാന്ന് കൈ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണം. കാരണം അന്ന് മത്സരം ഉണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയില്ല. മമ്മൂട്ടി വലിയ നടനാന്ന് മോഹൻലാലും പറയില്ല, മോഹൻലാൽ വലിയ നടനാന്ന് മമ്മൂട്ടിയും പറയില്ല. ഇനിയിപ്പോൾ ആകെ മുങ്ങിയ കുളിരില്ല എന്ന് പറഞ്ഞാൽ മാതിരി രണ്ടുപേർക്ക് മനസ്സിലായി, രണ്ടുപേരും ഔട്ടായല്ലോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ കൊണ്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ചെറിയ ചെറിയ നടന്മാരുടെ ഇടയിൽ ഇവർക്ക് വലിയ ആളാകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. മമ്മൂട്ടി വലിയ ആളെന്ന് പറയുമ്പോൾ മമ്മൂട്ടിക്ക് സന്തോഷമാവും, മോഹൻലാൽ വലിയ ആളെന്ന് പറയുമ്പോൾ മോഹൻലാലിന് സന്തോഷമാവും. അപ്പോൾ ചെറിയ ചെറിയ നടന്മാരിൽ ഇപ്പോൾ ഇവരെ സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ഏകദേശം ഇവർ പൂർണ്ണമായി ഔട്ടായില്ല, 90% ഔട്ടായി. അതുകൊണ്ട് ഈ ചെറിയ ചെറിയ നടന്മാർ ഇപ്പോൾ മമ്മൂക്ക മോഹൻലാൽ എന്നെല്ലാം പറഞ്ഞിട്ട് അവർ സോപ്പിടുന്നുണ്ട്. പക്ഷേ അവർ ഇനി 10% കൂടി ബാക്കിയുള്ളത് അതും കൂടി ഔട്ടായി പിന്നെ ഇവരുടെ തലയിൽ കയറിയിരിക്കും. ഈ പുതിയ നടന്മാർ. അങ്ങനെയാണ് സിനിമയിൽ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ നടന്മാർ വരെ തലയിൽ കയറും. ഇപ്പം മമ്മൂക്ക ലാലേട്ടാന്ന് വിളിക്കുന്നത് നോക്കണ്ട. ഈ പൃഥ്വിരാജും ടോവിനെല്ലാം അന്നേരം സ്വഭാവം മാറും ഇവർ ഫുള്ളായിട്ട് ഔട്ടായി കഴിഞ്ഞാൽ. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ.